ഈ യേശു വിശ്വസിക്കാൻ കൊള്ളുമോ? വിശ്വസിക്കാൻ കൊള്ളുമെന്ന് അനുഭവമുള്ള മാത്രം കരം ഉയർത്താമോ? ഇത്രയും കരങ്ങൾ എന്ത് വിളിച്ചു പറയുന്നത് അറിയാമോ? യേശു മതിയായ ഹല്ലേലൂയ. ഒരുപക്ഷെ വേർപാടുകൾ സംഭവിച്ചേക്കാം, ഒറ്റപ്പെട്ടു എന്ന് തോന്നിയേക്കാം, സകലവും നഷ്ടമായി എന്ന് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ആകുലപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് സകലതും തകർന്നു എന്ന് തോന്നിയാലും പ്രൈസ് ദി ലോർഡ് നിന്നെ കൈവിടാത്ത ഒരുവനാണ് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്ന എന്റെ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രുചിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് രാത്രിയിൽ നിൽക്കുന്നത്. നല്ലവനെന്ന് പ്രൈസ് ദി ലോർഡ് വായിച്ചറിഞ്ഞല്ല, കേട്ടറിഞ്ഞല്ല, രുചിച്ചറിയാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് മരണം അവസാന ശ്വാസം വരെയും എന്റെ യേശു നല്ലവൻ, നല്ലവൻ, നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് പറയാൻ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ വിളിച്ചു പറയുന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഈ സഹോദരി അവളോട് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ദേശം നിങ്ങൾക്ക് തരും, നിങ്ങളിത് കൈവശമാക്കും. ഇതെത്ര അടച്ചുറപ്പാക്കിയാലും ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഇത് കൈവശപ്പെടുത്തുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ഈ വലിയ അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കുമെന്ന് ഇന്ന് എന്നോട് ഉടമ്പടി ചെയ്യണം. നോക്കണം, കിട്ടിയ സമയം കൊണ്ട് നേടേണ്ടതുണ്ട്. അവരെ രക്ഷിച്ചത് മാത്രമല്ല, അവൾക്ക് എന്താവശ്യമായിരുന്നു? ഈ എറിഹോ തകരും, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം തകരും, പക്ഷേ എന്നെയും എന്റെ കുടുംബത്തെയും വെടിവെപ്പാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ സ്നേഹിത, ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന് മാത്രമേ നിന്നെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ എന്നും വിളിച്ചു പറയുകയാണ്, നിന്റെ പ്രശ്നം എത്ര വലുതായാലും, സാമ്പത്തിക തകർച്ചയായിരുന്നാലും, രോഗത്താലുള്ള ഭാരമായിരുന്നാലും, തലമുറകളുടെ വിഷയങ്ങളായിരുന്നാലും, എന്തൊക്കെ നേരിടുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അനേകരെ വിടിവിച്ചതായ യേശു ഇന്ന് രാത്രിയിൽ നിന്നെയും വിടിവിപ്പാൻ ശക്തൻ. ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ആത്മഹത്യ മാത്രം വഴി എന്ന് ചിന്തിച്ചതായ സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ട് അവിടെ വെച്ച് തന്നെ ദൈവത്തിന് സ്തോത്രം, അവന്റെ പേതുള്ളി വിളിച്ചവനെ പുറത്തു കൊണ്ടുവന്നു ഒരു യേശു ഇവൻ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചാൽ ആ തീരുമാനം അറിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ വിളിച്ചു പറയുന്ന യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സഹോദരി അവള് പറഞ്ഞു, ഉറപ്പ് തന്നിട്ടേ പോകാവൂ. എന്തോ ഉറപ്പ്? ഒരു ചുവന്ന ചരട് എടുത്തു കൊടുത്തു. അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ കിളിവാതിക്കൽ ഈ പട്ടണം പിടിക്കുമ്പോൾ ഈ മതില് തകരും, ഈ കോട്ട തകരും, പക്ഷേ ഈ ചോപ്പയുടെ കെട്ടിയിട്ടാൽ എന്തായിരിക്കും? നീയും നിന്റെ കുടുംബത്തെ അതിൽ ആരൊക്കെ പ്രവേശിച്ചുവോ അവരെ മുഴുവനായും വിടുവിച്ചിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ഒരു സഹോദരിയുടെ, തകർന്നുപോയ ഒരു സഹോദരിയുടെ കൊച്ചു വിശ്വാസം ആ കുടുംബത്തിൽ കയറി പറ്റിയ സകലരെയും ഈ ദൈവം വിടുവിച്ചു എങ്കിൽ
Praise the Lord. അവളുടെ വാക്ക് വിശ്വസിച്ച് ആ ഭവനത്തിന് തണലിലേക്ക് വന്ന് അവളുടെ സ്വന്തക്കാരെ മുഴുവൻ വെടിവെപ്പാൻ ശക്തനായ ഒരു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ഈ യേശുവിനെ നീ വിളിച്ചപേക്ഷിച്ചാൽ, ഈ യേശുവിനായി ജീവിതം കൊടുത്താൽ നിന്റെ കുടുംബം യേശു വെടിവെച്ചിരിക്കും. Praise the Lord. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങളുടെ കുടുംബം മൊത്തമായി യേശുവിനെ ആരാധിപ്പാൻ ഈ ദൈവം ശക്തൻ. Praise the Lord. ഇന്ന് ഒറ്റയ്ക്കായിരിക്കും, സാരമില്ല, വചനം നിനക്കുള്ള വാഗ്ദത്തമാണ്. Praise the Lord. Praise the Lord. അവര് ചുവപ്പ് ഇരട് കെട്ടിയിട്ട് കൊടുത്തിട്ട് പോയി, തിരിച്ചവര് പോയി. ഞാൻ ഇത് വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, വാസ്തവത്തിൽ ഈ യെറീഹോ പിടിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഒരു ഒറ്റുകാരൻ പോയാൽ ഏത് വഴിക്ക് കയറാം, എങ്ങനെ കൈവശപ്പെടുത്താം, എങ്ങനെ യുദ്ധം ചെയ്യാം, ഇപ്പൊ യുദ്ധത്തിന്റെ പ്ലാനൊക്കെ തയ്യാറാക്കാനാണ് ഒറ്റുകാരെ അയക്കുന്നത്. പക്ഷേ യെറീഹോ പിടിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള യാതൊരു പ്ലാനും വേണ്ടി വന്നില്ല. 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇവരെ വഴിയെ നടത്തുന്ന ദൈവം, ഇവരെ വിളിച്ചിറക്കിയ ദൈവം, ഇവരെ ചെങ്കടലിൽ ഭാഗിച്ചു കൊണ്ടുവന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, അതേ ദൈവം തന്നെ ഇവർക്ക് വേണ്ടി എങ്ങനെ യെറീഹോ തകർക്കാമെന്ന ദൈവത്തിന് പ്ലാനുണ്ട്. അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു യുദ്ധവും ചെയ്യുന്ന, ഒരായുധവും വേണ്ട, ഒരു സൈന്യവും വേണ്ട. എന്താ പറഞ്ഞറിയാമോ? നിങ്ങളൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? 6 ദിവസം എന്ത് ചെയ്യണം? യെറീഹോ ചുറ്റണം. 7-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? വീണ്ടും ചുറ്റണം. അതിന്റെ ഒടുവിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ചുറ്റി ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം, ആർപ്പിടാൻ പറഞ്ഞു. ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ? 120 അടി പൊക്കവും 40 അടി വീതിയുമുള്ള ഒരു മതിൽ ദൈവജനം ആർപ്പിട്ടപ്പോൾ അത് ഒന്നാകെ നിലംപരിശായി. ഇന്ന് രാത്രി ചോദിക്കട്ടെ ദൈവമേ, ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണോ യേശു? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കൈവശമാകാൻ നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി പറയാം, ആരൊക്കെ അതൊക്കെ അടച്ചു കെട്ടാൻ നോക്കിയാലും, അതെത്ര ഭദ്രമാക്കി വെച്ചാലും, ദൈവജനത്തിന് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾക്കറിയാം എന്റെ ദൈവത്തിന്റെ വചനമാണ്, കുടുംബമായി ദൈവത്തെ ആരാധിക്കുമെന്ന് ദൈവത്തിന് വാഗ്ദത്തമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ശത്രു പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണെങ്കിലും, വിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിലും, നീ ഒരു കാര്യം ഓർത്തോ, ആർപ്പിടാൻ അറിയാമെങ്കിൽ നിന്റെ കയ്യിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്തുതി, നിന്റെ ആരാധന, അതിന്റെ മുമ്പിൽ തകരാതെ ഒന്നും നിൽക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം മറ്റേതൊക്കെ ശത്രു പിശാച് അടച്ചുറപ്പാക്കി വെച്ചിരിക്കുകയാണെങ്കിലും, ആത്മാവാൻ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവവൈതലിന്റെ മുമ്പിൽ ഒരു കോട്ടയും നിൽക്കത്തില്ല. നിന്റെ ഭവനം യേശു നിനക്ക് വേണ്ടി ഒരുക്കി തരും. നിന്റെ പ്രിയപ്പെട്ടവരെ യേശു നിനക്ക് വേണ്ടി വേർതിരിക്കും. അപ്പോൾ യുദ്ധത്തിന്റെ പ്ലാനൊന്നും ഈ ഒറ്റുനോക്കാൻ പോയവര് കൊടുത്തത് കൊണ്ടല്ല, അവർക്കൊരു പ്ലാനുമില്ല. പിന്നെ എന്തിനയച്ചത്? അതാണ് നാം ശ്രദ്ധിക്കുന്നത്. അവിടെയാണ് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ യെറീഹോ ഒറ്റ നോക്കാൻ പോയത് അതിനെ കണ്ടുകൊണ്ട് പ്ലാൻ തയ്യാറാക്കാനല്ല,
പിന്നെ ഈ രാഹാബ് എന്ന വേശ്യയെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. അതിനെന്റെ ദൈവത്തിനതേ വഴിയുള്ളൂ. മനസ്സിലായോ? കാരണം അവളുടെ വിശ്വാസം പറയുന്നു, ഈ ദൈവം മാത്രമേ സത്യദൈവമുള്ളൂ. ആകാശത്തിലോ താഴെ ഭൂമിയിലോ മറ്റൊരു ദൈവമില്ല. അവൾ ആ കൊച്ചുകൂടലിരുന്ന്, അല്ലെങ്കിൽ ഒരു നല്ല വീടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ അകത്തിരുന്ന് കരയുന്ന കരച്ചിൽ എന്റെ ദൈവം. സമൂഹം മുഴുവൻ അവളെ വിളിക്കുന്ന പേര് വിഷയമല്ല, സമൂഹം അവൾക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും നിന്നെ തള്ളിയിട്ടിരിക്കുകയാണെങ്കിലും ഇന്ന് രാത്രി കരയുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീർ എത്തിക്കഴിഞ്ഞാൽ അതിന് മറുപടി ലഭിച്ചിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ലവനായ ഒരു യേശു, ഇത്ര മതിയായവനായ ഒരു യേശു, ഇത്ര ശക്തനായ ഒരുവൻ മറ്റാരുമില്ല. അപ്പൊ നോക്കിക്കേ, നിനക്കറിയാമോ, ഒറ്റുനോക്കാൻ പറഞ്ഞതിന് ശേഷമാണ് യോർദാൻ കടക്കുന്നത്. 3-ാം അധ്യായത്തിലാണ് കാണുന്നത് യോർദാൻ കടക്കുന്നത്. അപ്പൊ യോർദാൻ കടക്കാതെ യെരിഹോ വിഷയം പോലും ആകേണ്ട ആവശ്യമില്ല. യോർദാൻ കടന്നിട്ടേ എന്തുള്ളൂ, യെരിഹോ പിടിച്ചടക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. യെരിഹോ ഒറ്റ നോക്കാൻ അയച്ചു എന്ന് പറയുന്നതിന് പിറകിൽ എന്താണ് ദൈവത്തിൻ്റെത്? ഈ ഒറ്റ കുടുംബത്തെ രക്ഷിക്കും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കാൻ, കടന്നൊന്ന് വിശ്വസിക്കാൻ. എന്തൊക്കെ ലോകത്തിൽ സംഭവിച്ചാലും, എന്തൊക്കെ ഈ ലോകത്തിന് സംഭവിച്ചാലും, എന്തൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ അടിച്ചാലും ശരി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ചോപ്പീരട് കാണുമ്പോൾ അവളുടെ ഉള്ളത്തിൽ പറയുന്നുണ്ട്, ഈ ചോപ്പീരട് ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല, എന്നെയും എന്റെ കുടുംബത്തെയും ഈ നാശത്തിൽ നിന്ന് വിടുവിച്ചിരിക്കാം. അങ്ങനൊരു വിശ്വാസം ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദിക്കട്ടെ, അത്രയൊരു വിശ്വാസം യേശു ചൊരിഞ്ഞ രക്തത്തിലുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പാപം കഴുകാൻ എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തിയ ആ യേശുവിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എന്റെ ഭവനം വേർതിരിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടല്ലേ ഭക്തന്മാര് പാടിയത് ദൈവത്തിന് എന്താണ് പാടിയത്? സംഹാരദൂതൻ എന്നെ. പ്രൈസ് ദി ലോർഡ്. ആ പഴയ നിയമത്തിൽ ഒരാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളപ്പടിമേലെ കുറുമ്പടിമേലെ പുരട്ടണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, അന്നൊരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇന്നോ പുതിയ നിയമം പറയുന്നറിയാമോ? നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. അത് യേശു തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ രക്തം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പാപം കഴുകിയതാണെങ്കിൽ ആ രക്തത്താൽ നമ്മുടെ പാപം കഴുകിയെന്ന് ഉറപ്പ് ലഭിച്ച ദൈവമക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പ് തരാം, നിങ്ങളുടെ മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് എന്തൊക്കെ ഉയർന്നിൽപ്പുണ്ടെങ്കിലും വിശ്വാസത്താൽ 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 അവിശ്വാസികളോടുകൂടെ നശിക്കത്തില്ല. എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ഉറപ്പായി വിശ്വസിക്കും? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചോപ്പയുടെ എപ്പ കെട്ടിയെന്ന് നോക്കിയാൽ കാണാനില്ല. പക്ഷെ എന്റെ വിശ്വാസം എന്നല്ല, ഈ ഒറ്റുകാരിറങ്ങിപ്പോയ അതേ സമയത്ത് തന്നെ അവൾ എന്ത് ചെയ്തു കാണും? ഈ ചോപ്പയുടെ കിളിവാതിക്കൽ കെട്ടിയിട്ടിരിക്കുകയാണ്.
അവളുടെ സ്വന്തക്കാരെ വിളിക്കുമ്പോ എന്താ പറയാനുള്ളതെന്ന് അറിയാമോ? ഈ ചരട് ഇതെന്റേതല്ല, ഇത് ദൈവത്തിന് സ്തോത്രം. ഈ പട്ടണം ആര് പിടിക്കാൻ വരുന്നോ അവരുടെ ദൈവത്തിന് ദാസന്മാരെ ഏൽപ്പിച്ചതാണ്. ചോദിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ സ്വന്തക്കാരോട് പറയാൻ ഈ ലോകത്തിലെ എത്ര നേതാക്കന്മാരുണ്ടെങ്കിലും, എത്ര പുണ്യവാളന്മാരുടെ പേര് പറഞ്ഞാലും, എത്ര ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞാലും നമുക്ക് പറയാൻ കഴിയും, അവരാരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ ഒരേ ഒരുവനേ ഉള്ളൂ, അവൻ ഞാൻ ആരാധിക്കുന്ന യേശു. രാത്രിയിൽ അങ്ങനെ പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ കുടുംബം നിന്റെ കൈവശമിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പിശാച് അടച്ച് ഉറപ്പാക്കിയിരിക്കുകയായിരിക്കാം. നിന്റെ തലമുറ നിന്റെ കൈവശമിരിക്കും. നിന്റെ ഭാര്യ നിന്റെ കൂടെ മുട്ട് മടക്കിയിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്താ അടിസ്ഥാനം? പ്രൈസ് ദി ലോർഡ്. ഈ ചുവപ്പ് ചരടാണ് നമ്മുടെ ഉറപ്പ്. ഈ ചുവപ്പ് ചരട് വാസ്തവത്തിൽ യെരിഹോ മതിൽ അകത്തോട്ടാണോ പുറത്തോട്ടാണോ ചോദിച്ചാൽ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. പുറത്തോട്ട് വീണാൽ ഈ ചുറ്റുന്ന ആളുകൾ 120 പൊക്കമാണ്, അത് അവർക്ക് ദോഷമായിരിക്കും. അകത്തോട്ട് വീണാൽ പട്ടണം പിടിക്കുക എന്നുള്ള പറയുന്നതും, കാരണം ഇതൊരു ഉയർന്ന മല പോലെ നിൽക്കും. എൻ്റെ ഒരു വിശ്വാസം കരുതുകൂടാ, തെളിവൊന്നും പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ വിശ്വാസം, വിശ്വസിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ 6 ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഒരു വിശ്വാസം യെരിഹോ കോട്ടയുടെ അടിസ്ഥാനം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടിക്കൽ ഇളകി. ഇതിലെ നീ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ നീ വെറുതെ നിന്റെ ഉള്ളിൽ സ്തോത്രം പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് നീ റൗണ്ട് അടിക്കുന്ന സമയത്ത് നിന്റെ അകത്ത് കയറി പറ്റിയിരിക്കുന്ന, നിന്റെ ഭവനത്തിനകത്ത് കയറി പറ്റിയിരിക്കുന്ന പൈശാചിക കോട്ടകൾ തകരുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു ശക്തമായ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ശക്തമായ ദൈവ സാന്നിധ്യത്താൽ, ഒരു ശക്തമായ അഭിഷേകത്താൽ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ കാലുകൾ ചലിക്കുമ്പോൾ, നിങ്ങളുടെ കാര്യങ്ങൾ ചലിക്കുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടു മാറട്ടെ. ദൈവമക്കളെ, ഇതൊക്കെ വെറുതെ കേട്ട് കേൾവിയല്ല. അനേക തലമുറകളായി ശാപം നിറഞ്ഞൊരു കുടുംബത്തിൽ നിന്ന് എന്നെ വിളിച്ച ദൈവത്തെ എനിക്കറിയാം. ശപിക്കപ്പെട്ട് കിടന്ന സ്ഥാനത്ത് ഒരു സത്യാരാധനയിലായിരുന്ന കുടുംബത്തിൽ പ്രൈസ് ദി ലോർഡ് പൈശാചിക നൃത്തമാടിയിരുന്ന സ്ഥാനത്ത്, സകല അന്ധവിശ്വാസങ്ങളും കൊടികുത്തുവാണിരുന്ന സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് എന്റെ യേശുവിനെ ആരാധിപ്പാൻ എനിക്കൊരു കൃപ ലഭിച്ചപ്പോൾ രാത്രിയിൽ പല ദിവസങ്ങൾ അർദ്ധരാത്രികളിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടാൻ ആരംഭിച്ചു. എന്ത് സംഭവിച്ചറിയാമോ? ദൈവത്തിന് സ്തോത്രം. അതുവരെ അടക്കി വാണിരുന്നതായ പൈശാചിക ശക്തി ഒന്നടങ്കം ഇളകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശം മുഴുവൻ എന്റെ വീട്ടിൽ ഓടിക്കൂടി. എല്ലാവരും വരി വരിയായി വന്നു. പ്രാർത്ഥന കൂടിയതിന് കുഴപ്പമാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ് 3-ാം ദിവസം എന്റെ ദൈവം അത് തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാണെന്ന്, ഞാൻ വിളിക്കുന്ന ദൈവം ആരാണെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൈശാചിനെ അടക്കി വാടുന്ന സ്ഥാനത്ത് എന്റെ യേശുവിന്റെ കൊടി അവിടെ പാറി പറന്നു. ഇന്നും ആ ദേശക്കാർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ സത്യാരാധന വെളിപ്പെട്ടു. കുടുംബത്തെ മുഴുവൻ
യേശുവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം. ആ യേശുവിനെയാണ് നിങ്ങളോട് ഇന്ന് രാത്രി ഓർമ്മിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ പറയട്ടെ, 6 ദിവസം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഇത് താഴോട്ടങ്ങ് താഴത്തക്കവണ്ണം അതിന്റെ അടിസ്ഥാനത്തെ കുലുക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ മതിലിന് മുകളിലുള്ള വീട്ടുകാർക്ക് കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കിക്കേ, ഇത് മറിഞ്ഞാൽ സാധ്യമല്ല, ഇത് അടിപറഞ്ഞു പോയാൽ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. 6 ദിവസം കൊണ്ട് അതിന്റെ അടിക്കൽ ഓരോന്ന് ഇളക്കി 7-ാം ദിവസം ആർപ്പിട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം ഒന്നാകത്താണു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നതിന് ഒറ്റ കാര്യം ഞാൻ പറയാം. 6 ദിവസവും ഒന്നും കണ്ടില്ലെങ്കിലും 7-ാം ദിവസം നിനക്ക് സ്തോത്രം ചെയ്യാൻ വക കിട്ടും. മനസ്സിലായോ? 6 ദിവസവും ഒന്നും കാണത്തക്കവണ്ണമില്ല, 7-ാം ദിവസം കാണത്തക്കവണ്ണം പട്ടണം കൈവശപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കും ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒന്ന് എന്റെ കുടുംബത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തിയാട്ടെ, ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. നിന്റെ സ്വന്തക്കാരെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ തലമുറകളെ വിടിവിച്ചെടുപ്പാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പാടാം. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ, കുഞ്ഞാടിന്റെ വിലയേറിയ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവായ ദൈവം എനിക്ക് അഭിമാനിയേ,
തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് അങ്ങേ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ച വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിരാജ്ഞ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വലിപ്പമോ പൊക്കമോ ഒന്നും പറയാനില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളെ കർത്താവേ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശു കണ്ടെത്തിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, റാഹാബ് എന്ന വേശ്യ കർത്താവേ സമൂഹത്തിൽ യാതൊരു അഡ്രസ്സും ഉള്ളവളായിരുന്നില്ല. എന്നാൽ കർത്താവേ, നീ അവളെ സ്നേഹിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട ആ സ്ത്രീയെ കർത്താവെ അവിടുന്ന് അവളെ രക്ഷിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. അവളുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തതായ വലിയ തിരിച്ചറിവ്, ഒരു വലിയ വെളിപ്പാടുണ്ടായതിന് കർത്താവെ, ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് ശങ്കരനെ രണ്ടായി വിഭാഗിച്ചതെന്നും ആ ദൈവമാണ് കർത്താവ് ഓഗനെ മറ്റ് രാജാക്കന്മാർ സംഹരിച്ചതെന്നും കർത്താവ് ഈ ദൈവം വലിയ ദൈവമാണെന്നുള്ള ഒരു വെളിപ്പാട് അവർക്ക് ലഭിച്ച ജീവിതത്തിൽ കർത്താവ് ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് അങ്ങേ കണ്ടുമുട്ടുവാൻ, അങ്ങേ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് അങ്ങേ സത്യത്തിനും ആത്മാവിനും ആരാധിക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ലോകസ്ഥാനത്തിന് മുമ്പ് കണ്ടു തിരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഈ ജനത്തിനെ കർത്താവെ കടത്തി വിടത്തില്ല എന്ന് ശത്രു വാദിച്ചതായ ആ എരിഹോ മതിലിനെ വീഴിക്കത്തക്കവണ്ണം കർത്താവെ 7 ദിവസം ജനം ചുറ്റി നടന്നു. 7-ാം ദിവസം ജനം ആർപ്പിട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. ശത്രുവാദ പിശാച് കെട്ടിപ്പൊക്കിയ മതിലിനെ അത് ബലപ്പെടുത്തത്തക്കവണ്ണം കർത്താവ് ജനത്തിന് നേരെ അകത്ത് കയറത്തക്കവണ്ണം ജനത്തോട് കർത്താവ് ഒരുക്കിയതായ നന്മ പ്രാപിക്കത്തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് ഒരുക്കിയ പദ്ധതികൾക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് ഇന്ന് രാത്രിയും അങ്ങനെ ജനം ആർപ്പിട്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ പിശാച് കെട്ടിവെച്ചത്, പിശാച് തടഞ്ഞു വെച്ചത് രാത്രി അഴിഞ്ഞു മാറുവാൻ ദൈവമായി വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. രാത്രി വചനം പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ ദാസനെ സഹായിച്ച കൃപയ്ക്കായി കർത്താവിന്റെ സ്തോത്രം. ഇനി കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുമ്പോഴാകണമേ. കടന്നു ജനത്തെ കർത്താവെ സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ, ഐശ്വര്യത്തോടെ വിടുതലോടെ മടക്കിയെങ്കിൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കർത്താവ് കേട്ടതിന് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന കർത്താവിന് കരം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവാം യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിഥികളായിട്ട് കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കർത്തദാസനുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട്. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവച്ച് കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫേസിറ്റി ചർച്ചിന്റെ ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 1 മണിവരെ കളമശ്ശേരി കണ്ടെയ്നർ റോഡിലുള്ള നെൽസൺ മണ്ടേര റോഡിലുള്ള ഫേസിറ്റി ചർച്ചിൽ നടക്കുന്നു. നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു.
ഹലോ ചെക്ക്. ഹലോ ചെക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോ ഹലോ ചെക്ക് എന്റെ ഹലോ ചെക്ക് വന്നു. നോയിസിന്റെ മൊത്തം പോകും. ഇപ്പൊ ഞാനിപ്പോ ക്യാമറയുടെ ഒരു ഓഡിയോ ഔട്ട് ഉണ്ടല്ലോ, ഓഡിയോ ഔട്ടാണ് ഇന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് വ്യത്യാസം. റെഡാ ഓക്കെ ഓക്കെ Yusra
കിളി